എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹമാണ് വ്യാഴഗ്രഹം. നമ്മുടെ ജീവിതത്തിൽ ദൈവാധീനം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവാധീനമുണ്ടെങ്കിൽ അത് പരിപൂർണ വിജയത്തിൽ എത്തുന്നതാണ്. ധനം, സന്താനഗുണം, ഭാഗ്യം, ദൈവാധീനം, വിവിധ കാര്യങ്ങളിലുള്ള അനുഭവ യോഗങ്ങൾ ഇതൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ, അതുപോലെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു എങ്കിൽ മനസ്സിലാക്കിക്കോണം, വ്യാഴഗ്രഹം നമുക്ക് അനുകൂലമാണ് എന്ന്. നിങ്ങളുടെ ജാതകത്തിൽ മറ്റെല്ലാ ഗ്രഹങ്ങളും പ്രതികൂലം ആണെങ്കിലും വ്യാഴം മാത്രം അനുകൂല സ്ഥാനത്ത് ആണെങ്കിൽ ജീവിത വിജയം നേടാൻ സാധിക്കുന്നതാണ്. മറിച്ച് മറ്റെല്ലാ ഗ്രഹങ്ങളും വളരെ അനുകൂല സ്ഥിതിയിലും വ്യാഴം മാത്രം പ്രതികൂല സ്ഥിതിയിലും ആയാൽ അനുഭവ ഗുണം കുറയുന്നതും ആണ്. അതായത് നിങ്ങൾക്ക് സകല സൗഭാഗ്യങ്ങളും ഉണ്ടായാലും അത് അനുഭവിക്കാൻ ഒരു യോഗം ഇല്ലാതെ വരിക, ഇതൊക്കെ വ്യാഴത്തിൻ്റെ പ്രതികൂല സ്ഥിതി ആണ്. വ്യാഴത്തിന് അത്രയ്ക്ക് പ്രാധാന്യം ഉണ്ട് ജാതകത്തിൽ. വ്യാഴഗ്രഹം 2025 മെയ് മാസം 14 ഇപ്പോൾ നിൽക്കുന്ന ഇടവം രാശിയിൽ നിന്ന് രാശി മാറി മിഥുനം രാശിയിലേക്ക് വരികയാണ്. ഈ രാശിമാറ്റം മൂലം ഓരോ രാശിക്കാർക്കും പലവിധ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുക. അത് എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം ഇപ്പോൾ 6-ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ 1ഉം 4ഉം ഭാവാധിപതിയാണ് വ്യാഴം. ആ വ്യാഴം 6-ലൂടെ ഗോചരവശാൽ സഞ്ചരിക്കുന്നത് അത്ര ഒരു അനുകൂലമായ അവസ്ഥയല്ല നിങ്ങൾക്കുണ്ടാക്കുന്നത്. ധനുക്കൂറിൽപ്പെട്ട പലർക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായിക്കാണണം. അതുപോലെ ചിലവുകളൊക്കെ വളരെയധികം കൂടുതലുള്ള സമയം കൂടിയായിരുന്നിരിക്കണം. കൂടെ ജോലി ചെയ്യുന്നവർ, സഹപ്രവർത്തകരുമായിട്ടൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പൊതുവെ ഒരു അസ്വസ്ഥമായ അന്തരീക്ഷം ആയിരുന്നിരിക്കണം കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിലനിന്നിരുന്നത്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ആ ദോഷഫലങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകാൻ പോവുകയാണ്. എന്നാൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ശനി മാർച്ച് 30 4-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നുണ്ട്. അത് അല്പം ദോഷകരമാണെങ്കിലും വ്യാഴം 7-ൽ നിൽക്കുന്നത് കൊണ്ട് ആ ദോഷം കുറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജാതകമൊന്ന് പരിശോധിപ്പിച്ച് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ജാതകത്തിലെ സ്ഥിതിയൊക്കെ മനസ്സിലാക്കി, ഈ ദോഷസ്ഥാനത്താണ് വ്യാഴവും ശനിയോ ഏത് ഗ്രഹങ്ങളെങ്കിലും ദോഷസ്ഥാനത്താണെങ്കിൽ ആ ഗ്രഹത്തിന് വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ ഇപ്പോഴേ ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. 2025 മെയ് 14 വ്യാഴം രാശി മാറുമ്പോൾ തൊഴിൽ സ്ഥലത്ത് നിലവിൽ പ്രശ്നങ്ങളൊക്കെ നിലനിന്നവർക്ക് തൊഴിൽ സ്ഥലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ഒക്കെ തൊഴിൽ സ്ഥലത്ത് ലഭിക്കുന്നതാണ്. വളരെ കാലമായിട്ടൊക്കെ ഒരു തൊഴിലിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് തീർച്ചയായും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ്. ഈ സമയത്തൊക്കെ പല തൊഴിലും അന്വേഷിച്ചിട്ട് വളരെയധികം പ്രയാസപ്പെട്ടിട്ടും കിട്ടാതെ ഇരുന്നവർക്കൊക്കെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ ദിവസ വരുമാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ആ വരുമാനമൊക്കെ വർദ്ധിക്കുന്നതാണ്. സഹപ്രവർത്തകരിൽ നിന്നൊക്കെ ആത്മാർത്ഥമായ സഹകരണങ്ങളൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥരും തൊഴിൽ ദാതാക്കളും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായ നിലപാടുകളൊക്കെ എടുക്കുന്നതാണ്.
ജോലിയിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ ഉള്ളവരാണെങ്കിൽ ആ ആനുകൂല്യങ്ങളെല്ലാം ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ അനുകൂലമായ ഒരു സ്ഥലം മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ശ്രമിച്ചാൽ ഈ സമയത്തൊക്കെ അത് വളരെ ഈസി ആയിട്ടൊക്കെ നടന്നു കിട്ടുന്നതാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പുതിയ പങ്കാളിത്തങ്ങളും അതുപോലെ സഖ്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. ദിവസ വരുമാനമുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ വരുമാനം ഒക്കെ ഈ സമയത്ത് വർദ്ധിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ ആഗ്രഹ സബലീകരണമൊക്കെ നടക്കുന്നതാണ്. വളരെ കാലമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്നവരാണെങ്കിൽ ഈ സമയത്ത് ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിന് പറ്റിയ സമയമാണ്. അതുപോലെ നിക്ഷേപങ്ങൾ ഒക്കെ ഉള്ള ധനുക്കൂറുകാർക്ക് ആ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതാണ്. ജോലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ദൂരദേശങ്ങളിലേക്കുള്ള യാത്രകളോ അല്ലെങ്കിൽ വിദേശ യാത്രകളോ ഒക്കെ ചിലർക്കെങ്കിലും ഈ സമയത്തുണ്ടാകുന്നതാണ്. പുതിയ വ്യക്തിബന്ധങ്ങളൊക്കെ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ വ്യക്തിബന്ധങ്ങളിലൂടെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ലവ് റിലേഷൻഷിപ്പൊക്കെ ഉള്ളവർക്ക് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ മാറുന്നതും നിങ്ങൾക്ക് അനുകൂലമായ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വരുന്നതുമാണ്. പ്രണയബന്ധങ്ങളൊക്കെ വിവാഹത്തിൽ കലാശിക്കാനും സാധ്യത കാണുന്നുണ്ട്. വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുന്നതും പങ്കാളിയുമായും കുട്ടികളുമായും ഒക്കെയുള്ള ബന്ധം ആനന്ദകരമാക്കാൻ സാധിക്കുന്നതുമാണ്. വളരെ കാലമായി കാണാതെയിരുന്ന ബന്ധുക്കളെ കണ്ടുമുട്ടാനും അവരോടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതുമാണ്. വളരെ കാലമായി വിവാഹത്തിനൊക്കെ പ്രശ്നം നേരിടുന്നവർക്ക് വിവാഹ നിശ്ചയമൊക്കെ നടത്താനോ വിവാഹം കഴിക്കാനോ ഒക്കെ ഇത് വളരെ നല്ല ഒരു സംക്രമണമാണ്. വിവാഹിതർക്ക് കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കൂടിച്ചേരലുകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. ശാരീരികവുമായും ഭൗതികവുമായുമായ സുഖങ്ങളൊക്കെ ആസ്വദിക്കാനും ഒക്കെ ഈ സമയത്ത് സാധിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ പൊതുസമൂഹത്തിൽ നിങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനമൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പ്രശംസകളൊക്കെ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യവും വളരെയധികം ഗുണകരമായിരിക്കും. ഉന്മേഷവും ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ ഈ സമയത്ത് അനുഭവപ്പെടുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വ്യാഴമാറ്റം മൂലം നിങ്ങൾക്കുണ്ടാകാൻ സാധ്യത ഉള്ള കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ വ്യാഴപ്രീതിയും ശനിപ്രീതിയും ഒക്കെ വരുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് വ്യാഴം ജാതകത്തിലൊക്കെ ദോഷസ്ഥാനങ്ങളിൽ അവർ കൂടുതൽ വ്യാഴപ്രീതിയും ശനിപ്രീതിയും ഒക്കെ വരുത്തണം. വ്യാഴപ്രീതിയും ശനിപ്രീതിയും വരുത്താൻ മുതിർന്നവരെയൊക്കെ സഹായിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക. അതുപോലെ ഗുരുകാരണവന്മാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദക്ഷിണ ഒക്കെ നൽകുക. സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുക. ക്ഷേത്രങ്ങളിൽ സൗജന്യ സേവനങ്ങൾ ചെയ്യുക. ഈശ്വര പ്രാർത്ഥന മുടങ്ങാതെ നടത്തുക. ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്രത്തിലും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.